സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക കൊണ്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് നല്ലതുപോലെ പഴുത്ത വരിക്ക ചക്കയാണ് വേണ്ടത്. പതിനഞ്ച് ചുളയെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അര കപ്പ് പഞ്ചസാരയും വേണം. അര ഗ്ലാസ് പാലും വേണം. ഇനി ഈ അരച്ചു വെച്ച ചക്ക നമുക്കൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് അര കപ്പ് പാലൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ക്രീമും കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം.
ചക്ക കൊണ്ട് ഇങ്ങനെ പലതും ഉണ്ടാക്കിയാൽ ചക്കയുടെ ശരിയായ സ്വാദ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ വിചാരിക്കും ചക്ക കൊണ്ട് അങ്ങനെ വലുതായൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന്. നമ്മളിങ്ങനെ പലതും ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചക്ക സൂപ്പറാണ്. ഓരോന്നിനും ഓരോന്നിൻ്റേതായ സ്വാദാണ്. ഇനി ഇത് നല്ലൊരു പാത്രത്തിൽ ഒഴിച്ച് അതിൻ്റെ മുകളിൽ നട്ട്സ് പൊടിച്ചതും ബിസ്ക്കറ്റ് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ കൈവശം എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഭക്ഷണം കഴിച്ച ശേഷം നമുക്കൊരു മധുരം കഴിക്കുകയും ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.